ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുന്നതിനായി വിയ്യൂർ അതിസുരക്ഷാ സെൻട്രൽ ജയിൽ തയ്യാറായി കഴിഞ്ഞു. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോൾ 125 കൊടും കുറ്റവാളികളുണ്ട്. സെല്ലിൽ ഫാനും കട്ടിലും CCTV ക്യാമറകളും ഒക്കെയുണ്ട്. സെല്ലുകളിലുള്ള ആളുകൾക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ സാധിക്കില്ല. സൂരജ് സജി വിയ്യൂരിൽ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സജി. ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമിയും കൊണ്ടുള്ള പോലീസ് വാഹനം തൃശ്ശൂർ വിയ്യൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വേഗത്തിൽ അവരങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ VIP വിയ്യൂരിൽ ഇറങ്ങുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഗോവിന്ദച്ചാമി അവിടുത്തെ സുരക്ഷയൊക്കെ കൂട്ടിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. ബോറടി മാറ്റാൻ വേണ്ടി ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിക്ക് ഇനിയുള്ള നാളുകൾ അത്ര നല്ലതായിരിക്കില്ല എന്നുള്ളതാണ് ഈ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏകാന്ത സെല്ലിലായിരിക്കും ഇനിയുള്ള കാലം ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുക. അങ്ങനെയെങ്കിൽ ആരുമായും ഒരു തരത്തിലുള്ള സൗഹൃദങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കാനോ പോലും കഴിയില്ല. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്ന സമയത്ത് അവിടുത്തെ സഹതടവുകാരുമായി ഈ ജയിൽ ചാടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഈച്ചക്കുഞ്ഞുമായി പോലും ഗോവിന്ദച്ചാമിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഭക്ഷണം സെല്ലിനകത്തേക്ക് എത്തിച്ചു നൽകും. സെല്ലിന് പുറത്തേക്ക് ഗോവിന്ദച്ചാമിക്ക് ഇറങ്ങാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ സെല്ലിനകത്ത് കൃത്യമായ CCTV ഉണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും നിരീക്ഷണത്തിലായിരിക്കും. 4.2 മീറ്ററാണ് ഈ സെല്ലിന്റെ ഉയരം. അതോടൊപ്പം തന്നെ ഈ അതീവ സുരക്ഷാ ജയിലിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അതിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഈ നിലവിൽ ഈ വലിയ ചുറ്റുമതിലാണ് ഇതിനുള്ളത്. പുറത്ത് ഈ ചുറ്റുമതിലിന് പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ, അതായത് 6 മീറ്റർ ഉയരത്തിലുള്ള ചുറ്റുമതിൽ, അതിന് പുറത്ത് ഈ വൈദ്യുത വേലിയുണ്ട്. അതും 10 അടി ഉയരത്തിലാണ് ഈ വൈദ്യുത വേലി ഉള്ളത്. ഇനി അത് മറികടന്ന് ഏതെങ്കിലും തടവുകാരൻ പുറത്തേക്ക് ചാടുകയാണെങ്കിൽ ഇവരെ എല്ലാം വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ആയുധധാരികളായ പോലീസുകാർ ഈ ടവറിന് മുകളിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവരായിരിക്കും ഈ ജയിൽ ചാടുന്ന ആളുകളെ നേരിടുക. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന ഓരോ തടവുകാരനെ സംബന്ധിച്ചും അവരുടെ ജീവിതം തീർത്തും ദുസ്സഹമായി മാറും എന്നുള്ളതാണ്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോവിന്ദച്ചാമിയും കൊണ്ടുള്ള വാഹനം കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ എത്തുന്ന സമയത്ത് കൂടുതൽ പോലീസുകാരെല്ലാം തന്നെ ഇപ്പോൾ ഈ അതീവ സുരക്ഷാ ജയിലിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതായത് ഈ ഗോവിന്ദച്ചാമി എത്തിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ പോലീസുകാരെ അടക്കം ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് എന്തായാലും അതീവ സുരക്ഷാ ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ പ്രവേശിപ്പിക്കുന്നത്. ഇനിയുള്ള കാലം ഏകാന്ത സെല്ലിൽ ബോറടിക്കാതെ ഗോവിന്ദച്ചാമിക്ക് കഴിയാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു സൂരജ് സജി.